ഇതാണ് മോനെ ക്രെറ്റയുടെ എസ് ഓപ്ഷണൽ നൈറ്റ് എഡിഷൻ വേരിയൻറ്റ്. ക്രെറ്റയിൽ നിങ്ങൾ എസ് ഓപ്ഷൻ നോക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ വാഹനമാണ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഈ നൈറ്റ് എഡിഷനാണ്. നമ്മൾ നോർമൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു SUV ലുക്കും ഒരു റോഡ് പ്രസൻസും ഈ ബ്ലാക്ക് കളർ തരുന്നുണ്ട്. അപ്പോൾ നോർമൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോൻ്റെ പോർഷൻ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ പോർഷൻസും സിൽവർ ഫിനിഷ് ആയിരുന്നു, അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിപ്പേഴ്സ് റെഡ് കളറിലാണ് വരുന്നത്. ബാക്കിൽ ഇപ്പോഴും സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു സീറ്റ് പില്ലറിൻ്റെ പോർഷൻ നമുക്ക് സിൽവർ ഫിനിഷിലായിട്ട് വന്നിരുന്നത്, അത് ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിലെ റൂഫ് റെയിൽസ് സിൽവർ ഫിനിഷ് ആയിരുന്നു, അതും ഗ്ലോസി ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ഡിഫറൻസ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് മേജറായിട്ടുള്ള ചേഞ്ച് വന്നുപോയിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷ് ആയിരുന്നു, അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ ഡോർ പാഡും ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇന്നർ പോർഷൻസ് നമുക്കൊരു ലൈറ്റ് ബ്ലാക്ക് ഫിനിഷിലും ഔട്ടർ പോർഷൻസ് ഡാർക്ക് ബ്ലാക്കിലുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഇപ്പോഴും നമുക്കൊരു ഓഫ് വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫും കൂടി ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ക്രെറ്റ നോക്കുന്നുണ്ട്, എസ് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് നോക്കുന്നത്, ബ്ലാക്ക് കളർ ഇഷ്ടമാണെങ്കിൽ ഗോ ഫോർ ദിസ് വേരിയൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ എസ് ഓപ്ഷണൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും 20,000 രൂപയുടെ ഡിഫറൻസാണ് ഈ നൈറ്റ് എഡിഷനിൽ വരുന്നത്.